കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കേസുണ്ട്. ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ അങ്ങനെ എന്തോ സംതിങ് ആണ് കൊടുത്തൊരു കേസുണ്ട്. DA സംബന്ധിച്ചുള്ള കേസാണ്. അത് അന്തിമവാദത്തിനായി ജനുവരി 15 മാറ്റിയിരിക്കുകയാണ്. പലവട്ടം കൊടുത്തു. 8-ാം തീയതി ഈ കേസ് ദിലീപിൻ്റെ കേസിൻ്റെ ദിവസം ഈ കേസ് വന്നതാണ്. അന്ന് ഈ ദിലീപിൻ്റെ കേസ് ആയതുകൊണ്ടാണ് നമുക്ക് വിവരങ്ങൾ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സമയം കിട്ടാതെ പോയത്. അത് ജനുവരി 15 മാറ്റിവെച്ചതായിട്ടാണ് ഇപ്പോൾ വിവരം കിട്ടിയിരിക്കുന്നത്. സർക്കാരിന് കൗണ്ടർ വാദങ്ങൾ ഫയൽ ചെയ്യാൻ ഇനിയും സമയം അനുവദിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ പലവട്ടം ഇങ്ങനെ സമയം ചോദിച്ചു, നിങ്ങൾ വെറുതെ ഇങ്ങനെ സമയം ചോദിച്ചു. ഇപ്പോൾ സർക്കാർ ഒരുപാട് പ്രാവശ്യം സമയം ചോദിച്ചു. എന്തിനാണ് നിങ്ങളിങ്ങനെ കളയുന്നത്? സർക്കാരിൻ്റെ ഉദ്ദേശം ഇനി എല്ലാം കൂടി ബഡ്ജറ്റിൽ കയറി പ്രഖ്യാപിക്കാനാണോ, അതോ ബഡ്ജറ്റിന് മുമ്പേ പ്രഖ്യാപിക്കാനാണോ, അതോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപിക്കുക? എന്താണെന്നറിയില്ല. സർക്കാരിൻ്റെ മനസ്സിലിരിക്കുന്ന ബാലഗോപാലിന് മാത്രമേ അറിയാവൂ. എന്തായാലും DA കൊടുക്കണം. നിങ്ങൾ ഇനി സമയം അനുവദിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് കൗണ്ടർ അഫിഡവിറ്റ് പറയാനുണ്ടെങ്കിലോ റീസൺ പറയാനുണ്ടെങ്കിലോ ജനുവരി 15 മുമ്പ് ഫയൽ ചെയ്തിരിക്കണം എന്ന് കർക്കശമായ ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുകയെന്ന് അറിയുന്നു. അതുകൊണ്ട് തന്നെ കോടതി അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 DA പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്ന് അഭിഭാഷകൻ വാക്കാൽ കോടതിയിൽ അറിയിച്ചു. എഴുതി കൊടുത്തിട്ടില്ല. 1-2 DA കൊടുക്കുവാനുള്ള 13% ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിൽ 1-2 DA കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഗവൺമെൻറ് എന്നുള്ള വാക്കാൽ, അത് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതാണോ എന്നറിയില്ല, വാക്കാൽ കൊടുക്കാമെന്ന് അഭിഭാഷകൻ കോടതിയിൽ, കാരണം കോടതിയിൽ പല കാര്യങ്ങൾ വരുന്നു. രേഖയിൽ വരുന്ന കാര്യങ്ങളുണ്ട്, അഫിഡവിറ്റ് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്, വാദത്തിൽ വരുന്ന കാര്യങ്ങളുണ്ട്, വാദത്തിൻ്റെ ഇടയിൽ ഉത്തരവിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, വാക്കാൽ നിരീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളാണ് കോടതി നടപടി. അപ്പോൾ അത് വക്കീലിനോട്, അഭിഭാഷകനോട്, പബ്ലിക് പ്രോസിക്യൂട്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കാണും ഇത് കൊടുക്കാൻ സർക്കാരിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണ്. 1-2 DA കൊടുക്കാനുള്ള പരിഗണന. എന്തായാലും ജനുവരി 15 മുമ്പ് തീരുമാനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനുവരി 15 അന്തിമവാദം കേൾക്കുന്നത്. അപ്പോൾ അന്ന് ഒരു തീരുമാനം കോടതി ഇടും എന്നാണ്. ഇപ്പം ഞാനിത് പറയാൻ കാരണം പല ആളുകൾ ഇപ്പോൾ DA എന്താ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ വിളിക്കുന്നു, മെസ്സേജ് ഇടുന്നു, നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് വീണ്ടും DA ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും DA സംബന്ധിച്ചൊരു തീരുമാനം ജനുവരി 15 കോടതിയിൽ നിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനു മുമ്പേ ചിലപ്പോൾ സർക്കാർ കോടതിയിലെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടി അടുത്ത ഈ ഡിസംബറോടനുബന്ധിച്ച്, അതായത് ക്രിസ്മസിനോടനുബന്ധിച്ച് ചിലപ്പോൾ DA പ്രഖ്യാപിക്കാം, പുതുവർഷ സമ്മാനവും. കാരണം ഇപ്പോൾ സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് ഇരിക്കുന്നത്. 5 ലക്ഷം വരുന്ന 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും 6-7 ലക്ഷം വരുന്ന പെൻഷൻകാർക്കും പണമൊന്നും കൊടുക്കാതെ അവരെ അവഗണിച്ചുകൊണ്ട് വേറെ ഒരു വിഭാഗത്തിന് പൈസയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പ്രതിഷേധം കൂടി തെരഞ്ഞെടുപ്പിന് വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം വിദ്യാഭ്യാസമുള്ള ആളുകളെ പിണക്കിയിട്ട് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ സഹായിച്ചാൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് കൂടി വോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രം CPM മനസ്സിലായിട്ടില്ല. കാരണം അതിനകത്ത് പ്രായോഗിക രാഷ്ട്രീയം അറിയാമെന്നുള്ളവർ ഇപ്പോൾ കുറവാണ്. താത്വിക അടിസ്ഥാനത്തിൽ AK സെൻറ്ററിലൊക്കെ ഇരുന്ന് പ്രായോഗിക അടിസ്ഥാനത്തിൽ ചിന്തിച്ച് കൂട്ടുന്നവർ ഇപ്പോൾ കുറവാണ്. എല്ലാവരും അധികാര രാഷ്ട്രീയക്കാരാണ്. അതാണ് ഇപ്പോൾ പ്രശ്നം. പണ്ടത്തെ CPM അങ്ങനെയൊന്നുമല്ല. AK സെൻറ്ററിൽ ഒരു ഭാഗം ആളുകൾ ഇങ്ങനെ താത്വികമായി ചിന്തിച്ച് കാര്യങ്ങൾ താത്വികമായി സർക്കാരിന് പറഞ്ഞു കൊടുക്കും. ഇപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു സ്ഥലത്തൊരു മുതലാളിക്കും നമ്മൾക്ക് ആനുകൂല്യം കൊടുക്കണം, തൊഴിലാളിക്ക് ആനുകൂല്യം കൊടുക്കണമെങ്കിൽ മുതലാളിക്ക് വേണം കൊടുക്കാനെന്നുള്ളതാണ് തിയറി. കാരണം മുതലാളിക്ക് കൊടുത്താൽ ആ മുതലാളി ആരെയും കൂടെ പാട്ടിലാക്കി വോട്ട് വാങ്ങിച്ചു തരും തൊഴിലാളിക്കും കൂടി. പക്ഷേ തൊഴിലാളിക്ക് വോട്ട് നേരിട്ട് കൊടുക്കുമ്പോൾ മുതലാളി അവഗണിച്ചുകൊണ്ട് രണ്ടുപേർക്കും കൊടുത്താൽ കുഴപ്പമില്ല. മുതലാളി അവഗണിച്ചിട്ട് തൊഴിലാളിക്ക് കൊടുത്താൽ ആ മുതലാളി എന്ത് ചെയ്യും? വാങ്ങിച്ച തൊഴിലാളിയെ കുത്തിത്തിരിച്ച് മുതലാളി വോട്ട് ചെയ്യില്ല, തൊഴിലാളി വോട്ട് ചെയ്യിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു വീട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥനുണ്ട്, അയൽവക്കത്തെ വീട്ടിൽ ഈ പറഞ്ഞൊരു പെൻഷൻ വാങ്ങുന്ന ആളുണ്ടെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായിട്ട് പറഞ്ഞ് കുത്തിത്തിരിച്ച് മറ്റേ ആളിനെ കൊണ്ട് വോട്ട് ചെയ്യിക്കത്തില്ല. അപ്പോൾ 2 വോട്ടും പോകും. ഇതൊക്കെ കൂടിയാണ് തോറ്റുപോയതിൻ്റെ കാരണങ്ങളുടെ വിശകലനത്തിലേക്ക് ഞാൻ പോകുന്നത്. എന്തായാലും DA ജനുവരി 15 അറിയാം. അതിന് മുമ്പേ തന്നെ അറിയാം 2 DA പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.